കൊറിയൻ സെലിബ്രിറ്റി മരിച്ചപ്പോൾ ഇവിടെ 2 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. ഇവിടെയുള്ള കുട്ടികൾ പിന്നെ അവരുടെ ലവേഴ്സ് കൊറിയയിലാണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ അറിയാം. ഈ കുട്ടി അങ്ങനെ പോവാണ് കൊറിയയിൽ. ഇപ്പൊ ചെറിയ കുട്ടികൾ ഇപ്പൊ കൊറിയയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊറിയയിൽ പോയിട്ടുള്ള ഒരു സിനിമയുണ്ട്. ലോകത്തിൽ എന്തും വിജയിക്കണമെങ്കിൽ ബിസിനസ് ആക്കാൻ പറ്റണം, അതല്ലെങ്കിൽ പരാജയപ്പെടും എന്നുള്ള ഉറപ്പാണ്. കൊറിയൻ പ്രധാനമന്ത്രി ആരാന്ന് നമുക്കറിയണമെന്നില്ല, പക്ഷേ BTS എല്ലാ പാട്ടുകാരെ പറ്റി നമ്മുടെ 3 വയസ്സും 5 വയസ്സും ഉള്ള കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. ഡോക്ടർ TPS ABC ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എറണാകുളം. ഈ വളരെ അതിശയമാണ് നമ്മുടെ മുൻപിൽ കൊറിയൻ ആർട്ട് ഫോംസ്, പാട്ടായാലും സിനിമകളായാലും ഒക്കെ തന്നെ ലോകത്ത് മലയാളികളെ മാത്രമല്ല ലോകത്തെമ്പാടും വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഹൈദരാബാദിലും ഒക്കെ റെഗുലർ തിയേറ്ററിൽ കൊറിയൻ സിനിമകൾ റിലീസ് ചെയ്യുന്നു. ഇതിവിടെ മാത്രമല്ല, ഇതൊരു കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിരുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? എന്താണ് ഇങ്ങനെ ഒരു ഇത്ര ഇൻഫ്ലുവൻസിങ് ആവാൻ കഴിഞ്ഞതിൻ്റെ കാരണം? നമ്മൾ ജനിച്ച മണ്ണിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവണം എന്നാണ്. ഒന്ന് നമ്മുടെ പാരൻസ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ പാരമ്പര്യം, നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ കേൾക്കുന്ന കഥകൾ, അത് നമ്മൾ അല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൽ വേറൊരു രാജ്യത്തിന് നമ്മുടെ കുറച്ച് മാൻ പവർ കിട്ടണം, നമുക്കൊരു സോഫ്റ്റ് കോർണർ കിട്ടണമെങ്കിൽ അതിനുള്ളൊരു മാർഗ്ഗമാണ് എഡ്യൂക്കേഷൻ. അതിനാണ് പലരും പല രാജ്യങ്ങൾക്കും അവരെ അട്രാക്റ്റ് ചെയ്യപ്പെടുകയും. ഇപ്പം നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യനാണ്. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരിക സൗത്ത് ആഫ്രിക്ക ആണല്ലോ. ഗാന്ധിയുടെ കഥയിൽ സൗത്ത് ആഫ്രിക്ക വരും. അദ്ദേഹം അങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരാളെ പാട്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. കൊറിയ വളരെ കാര്യമായിട്ട്, ഇപ്പം ഞാനും എൻ്റെ കുട്ടികളും കൊറിയയിലെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, കൊറിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ടീച്ചേഴ്സ്, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, നമ്മളിവിടുത്തെ ബോട്ട് റേസ്, അത് ആ പാട്ട് പാടുക, അവരുടെ പാട്ട് ഇവിടുത്തെ കുട്ടികൾ കേൾക്കുക, അങ്ങനെയുള്ള ഇൻട്രാക്ഷനൊക്കെ ഈ കോവിഡ് കാലത്ത് ഞാൻ നടത്തിയിട്ടുള്ള ആളാണ്. നമ്മൾ കാണുന്നത് അവർ നന്നായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ അവർക്കറിയാം, നല്ല മ്യൂസിക്കലായിട്ട് ചെയ്യും. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ? അവിടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും. സ്കൂളുകൾക്കൊരു അജണ്ടയായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലോകത്തുള്ള പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം. അല്ല, നമ്മളിപ്പോൾ ഈ പണ്ട് USSR ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ തന്നെ റഷ്യ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ലോകത്തെമ്പാടും റഷ്യൻ കൾച്ചറൽ സെൻ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. റഷ്യൻ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, റഷ്യൻ സിനിമയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, റഷ്യൻ ഫോക്ലോർ അല്ലെങ്കിൽ അവിടുത്തെ നാടോടി കഥകളെ പ്രതി ഇപ്പം ലോകമെമ്പാടും ഗ്രീക്കിൻ്റെ ഇത്തരം കാര്യങ്ങൾ അറിയാം. പക്ഷെ പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ടുള്ള ഒരു ക്യാമ്പയിനിലേക്ക് കൊറിയ എത്തി. അതെ, അത് എന്താ വെച്ചാൽ ഇന്നത്തെ ജനറേഷൻ, ഇപ്പം നമ്മൾ പണ്ട് റഷ്യയുടെ കഥ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ 3 വയസ്സുള്ള മോൾക്ക് വരെ ഈ കൊറിയയിൽ നിന്നുള്ള പാട്ടുകൾ അറിയാം. അല്ല, നമ്മൾ പണ്ട് റഷ്യയുടെ കഥ കേൾക്കുമ്പോൾ ഇവിടെയൊക്കെ ബുക്ക് സ്റ്റാളുകൾ ഒരു ബസ്സിൽ ബുക്ക് വെക്കും, റഷ്യൻ ബുക്സ് നോക്കും. ഇന്ന് ബുക്ക് വിറ്റ് ആരും നോക്കില്ല. ഇന്ന് മ്യൂസിക് വേണം, ആൽബം വേണം, 2 മിനിറ്റ്സിൻ്റെ ചെറിയ പ്രസൻറ്റേഷൻ വേണം. അത് വളരെ അട്രാക്റ്റീവായിട്ട് ഗ്ലോബൽ അട്രാക്റ്റീവായിട്ടുള്ള സിനിമകളെ പോലെ ചെറിയ ബിറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഫിലോസഫി ഇതൊരു പൊളിറ്റിക്കൽ മൂവാണ്. ഗവൺമെന്റ് ഇതിന് ഫണ്ട് ചെയ്യുന്നുണ്ടോ? ഗവൺമെന്റ് ഏത് രാജ്യവും അവരുടെ രാജ്യത്തെ ഉയർത്തി കാണിക്കുക എന്നുള്ള ഒരു വലിയൊരു കഴിവല്ലേ. നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഡീപ്പ് ഫിലോസഫി, വലിയ കഥകളും വലിയ കാര്യങ്ങളൊക്കെയുള്ള വലിയ ധർമ്മമൊക്കെയുള്ള ഒരു രാജ്യമാണ് ഭാരതം. നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ചെറിയ റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ലോകത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അതിന് സപ്പോർട്ട് പോലും കിട്ടില്ല. ഞാനിപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. ഞാൻ 26 വർഷമായിട്ട് അതിനകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതുവരെ ഒരു സ്ഥലത്തുനിന്നും ഒരു ഗവൺമെൻറ് അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കത് അട്രാക്റ്റീവ് ആക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഒരു അബദ്ധമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ മൊത്തം OTT പ്ലാറ്റ്ഫോം നോക്കിയാലും യൂട്യൂബ് ഒക്കെ നോക്കിയാലും ഈ കൊറിയൻ പാട്ടുകളെല്ലാം അല്ലെ കൊറിയൻ ഒരു സിനിമയൊക്കെ വരുന്ന കഴിഞ്ഞാൽ അതൊക്കെ ട്രെൻഡിങ്ങിൽ. തമാശയ്ക്ക് പോലും പറയുന്നത് ഇവിടെ ഒരു നല്ല സിനിമ വന്നാൽ ആദ്യം പറയുന്നത് എന്താ, അതൊരു കൊറിയൻ സിനിമ അടിച്ചു മാറ്റിയതാണ്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ TV ചാനലുകൾ, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ബിറ്റ് ചെയ്യണം. എൻ്റെ വീട്ടിലുള്ള എനിക്ക് 24 ചാനലും ഒന്ന് മാറ്റി നോക്കാം. അവിടെ വരുന്നത് എന്താണ്? അടിപിടി, ലഹള, കുറ്റകൃത്യങ്ങൾ,
ഗറാവോസ്, മറ്റുള്ളവരെ കുറ്റം പറയുക, ആർഗ്യൂ ചെയ്യുക എന്നല്ലാതെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താണ്? സ്പെസിഫിക് റിലീജിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. അതും എന്ത് ബോറിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊന്നും അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാണ്. അതിന് നമുക്ക് അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ചെറിയ ബിറ്റുകൾ, എന്ത് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, എന്ത് രസകരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അതിനെക്കുറിച്ച്. നമ്മുടെ ഭക്ഷണ രീതികൾ പോലും, ഭക്ഷണം കൊടുക്കുന്ന വിധം, അത് സപ്ലൈ ചെയ്യുന്ന വിധം. സാധാരണ പറയാറുണ്ട് ഈ വെൽക്കം ഈസ് ദ സോഴ്സ് ടു മീറ്റ് എന്ന്. നമ്മളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ കൊടുക്കുന്നു. വെൽക്കം ഈസ് ദ സോഴ്സ് ടു മീറ്റ്. ഓക്കെ, വെൽക്കം മീറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. വരൂ എന്ന് പറയുമ്പോഴുള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്. നമ്മൾ പലപ്പോഴും പറയാനുള്ള കഥകൾ പറയുമ്പോൾ അത് വ്യക്തമായി, കൃത്യമായി, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അത് അട്രാക്റ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ലോകത്തെ ആകെ അട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു കൾച്ചർ ഇപ്പം കൊറിയൻ കൾച്ചറാണ്. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് ഇപ്പം കേരളക്കാർ അല്ലെങ്കിൽ തമിഴന്മാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ കൊറിയയിൽ പോയിട്ട് ജീവിക്കുന്ന അവരുടെ ജീവചരിത്രം, നമ്മളിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ആരെങ്കിലും ജീവിക്കുന്ന ഒരു ജീവചരിത്രം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ 1-2 സിനിമ എടുത്തിട്ടുണ്ട്. ഏതോ ഫുട്ബോളുകാരന് ഇവിടെ പട്ടപ്പുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ. ആ കഷ്ടപ്പാടല്ലല്ലോ നമ്മൾ സിനിമയാക്കേണ്ടത്. അതെ 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 അതെ. ഈ നമ്മൾ അവരുടെ സഫറിങ്സ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ദുഃഖം മാത്രം കാണിക്കാനും നമ്മുടെ സീരിയൽസും നോക്കിയാൽ മതി. അത് കുനിഷ്ടും കുബുദ്ധിയും പരദൂഷണവും അല്ലാതെ അല്ല, നമ്മുടെ ഒരു ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ഈ നെഗറ്റീവ് ഷെയ്ഡ്സിനോട് അട്രാക്ഷൻ കൂടുന്നോണ്ടാണോ നമ്മുടെ ക്രിയേറ്റീവ്? നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്ത്യയുടെ, എൻ്റെ ഗുരു പറയാറുണ്ട്, ഇന്ത്യയുടെ ജിയോഗ്രഫി നോക്കിയാൽ അറിയാം സൗത്തിലെത്തുമ്പോഴത്തേക്കും ചുരുങ്ങി പോകുന്ന സന്തോഷവും. ബംഗാളും ഗുജറാത്തിലും വീതി കൂടിയ ഭാരതമാണ്, അവിടെ സന്തോഷം കൂടുതലാണ്. അപ്പൊ ബേസിക്കലി ഹാപ്പിനെസ് ഉള്ളൊരു സംഭവം നമുക്കില്ല. ഏത് സെലിബ്രേഷനും ഒരു ടെൻഷനായിട്ട് എടുക്കുന്നവരാണ്. അത് അട്രാക്റ്റീവ് ആക്കാൻ പറ്റും, അത് വളരെ രസകരമാക്കാൻ പറ്റും. കൊറിയയിലുള്ള ജീവിതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെപ്പിക്ഷൻസ് പോസിബിളാണ്. അത് ചെയ്തിട്ടുണ്ട് അവർ. സൂപ്പർ പ്ലസന്റ് ആണ്. അവരുടെ ഡ്രസ് പാറ്റേൺസ്, അവരുടെ കൾച്ചറും, അവരുടെ ടോക്കും, അവരുടെ ഭക്ഷണ രീതിയും. ഇത് നമ്മളെ നെഗറ്റീവായി നമ്മുടെ കൾച്ചറിനെ കില്ല് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികൾ ഇപ്പൊ കൊറിയയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊറിയയിൽ പോയിട്ടുള്ള ഒരു സിനിമയുണ്ട്, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് കൊറിയൻ സെലിബ്രിറ്റി മരിച്ചപ്പോൾ ഇവിടെ 2 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. ഇവിടെ ഹണി ട്രാപ്പിൽ പെട്ടിട്ടോ അല്ലെങ്കിൽ ലവ് അഫെയറിൽ പെട്ടിട്ടോ അത് കറക്റ്റാണെന്ന് വിചാരിച്ച് എൻ്റെ ലവർ അവിടെ ഇപ്പൊ കോണ്ടാക്ട് ഇല്ല എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത കേസുകളുണ്ട് കൊറിയ എന്നുള്ള പ്രേമാണ്. ഇവിടെയുള്ള കുട്ടികൾ പിന്നെ അവരുടെ ലവേഴ്സ് കൊറിയയിലാണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ അറിയാം. ഈ കുട്ടി അങ്ങനെ പോവാണ് കൊറിയയിൽ. ആ പോയിട്ടുള്ള ഒരു കഥ കാണുമ്പോൾ നമ്മൾ ആ കൊറിയൻ ലൈഫ് കാണുന്ന സമയത്ത് എന്ത് രസമാണ്. അപ്പോൾ ആ കൊറിയയിലുള്ള ലോകത്തിലുള്ള എല്ലാവരും അവരുടെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ കൊറിയയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തൊരു ഒരു സാധനം ഗീതയുടെ ഭഗവത്ഗീതയുടെ കഥയാന്ന് വിചാരിക്കുക, നമ്മളെ കേരളത്തിലുള്ളവരും ശരിക്കും കാണില്ല. അതേസമയത്ത് കൊറിയയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏത് സാധനവും ലോകത്തിലെല്ലാവരും കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന സജഷൻസ് അനുസരിച്ച് വരുന്നുണ്ടാവും. കൊറിയ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സതീശിന്റെ ഫാമിലിയിലൊരു ചെറിയ വിഷയമില്ലേ, കൊച്ചി എയർപോർട്ട് ഉണ്ട്. എത്ര വയസ്സുള്ള മോളാണത്? അത് ഒന്നിൽ പഠിക്കുന്നതാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാനിപ്പോൾ എയർപോർട്ടിലൂടെ സൈഡിലൂടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ഇതാണ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ എയർപോർട്ട്. അതെ, ഇവിടെ നിന്നാണ് ഞാൻ കൊറിയയ്ക്ക് പോകുന്നത്. ഇങ്ങനെ എൻ്റെ ബന്ധുക്കൾ കുറേ പേരുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നതും അവരുടെ സംസാരവും വളരെ സോഫ്റ്റും കൂളുമായിട്ട് സംസാരിക്കുന്ന, ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടികളും വളരെ ചെറിയ കുട്ടികൾ അവരുടെ ഡാൻസും നടപ്പും ഡ്രസ്സിൻ്റെ ഓപ്ഷൻസും ഒക്കെ കൊറിയൻ കോപ്പി ആയിട്ടുള്ള. ഇപ്പം ഡ്രസ്സൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ഡ്രസ്സ് ഇടുന്നത് വാങ്ങുന്നതും അതാണ്. അപ്പം അത് ആ കൊറിയൻ ഫാഷനുമായിട്ട് മാച്ച് ആവുന്നതുകൊണ്ട് അവരത് വാങ്ങിയിടുന്ന കുറേ കുട്ടികളുണ്ട്. അല്ല, ഈ കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് കോർണർ നമുക്ക് അവരോട് തോന്നും. ആ തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ കൊറിയക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അത്തരം കുറേ മാറ്റങ്ങൾ. കാരണം ഇന്നത്തെ ജനറേഷൻ ഒന്ന് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് അല്ല, 2 വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ആ വെസ്റ്റിൽ കുറച്ച് ഡൗൺ ആകുമ്പോൾ അവർ വേറെ ഒരു ഓപ്ഷൻ എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് കൊറിയയാണ്. അല്ല, ഇതെല്ലാം ഒരു പ്രൊപ്പഗണ്ട പൊളിറ്റിക്സിന്റെ ഭാഗമല്ലേ? വെസ്റ്റ് ഈ പ്രൊപ്പഗണ്ട മുൻപ് ഉപയോഗിച്ചിരുന്നു. എനിക്കൊന്ന് വെസ്റ്റ് ഉപയോഗിച്ചിരുന്നു, റഷ്യ ഉപയോഗിച്ചിരുന്നു,
ചൈന അത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട ചൈന ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളുടെ ഹെയർ കട്ട് നോക്കിയാൽ കൊറിയയിലുള്ള ആൾക്കാരുടെ ഹെയർ കട്ട് പോലെ കാണും പലത്. അതെ അതെ ഇല്ലേ? അപ്പോൾ സെലൂണുകൾ വിചാരിച്ചാൽ നടക്കും, സിനിമക്കാർ വിചാരിച്ചാൽ ലോകം മാറ്റാം. ഈവൻ കൊറിയൻ സ്കിൻ ടോൺ ട്രീറ്റ്മെന്റുകൾ ഗ്ലാസ് സ്കിൻ ടോൺ എന്തോ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ അടുത്ത് ആയുർവേദ, യോഗ എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് പോണത്. അതിൽ കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സംഭവങ്ങളായിരുന്നു ആയുർവേദയും യോഗയും ഒക്കെ. അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ ഏത് ആൾക്കും ഏത് സ്വാമിക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയല്ലോ. അതിനൊന്നും ലൈസൻസ് ഇല്ലല്ലോ, ക്വാളിറ്റി ചെക്ക് ഇല്ലല്ലോ. അവിടെ അങ്ങനെയല്ല, അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്തരം കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചില സമയത്ത് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ, ഈ കൊറിയൻ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചില നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ സാമ്യമൊക്കെ തോന്നാറുണ്ട്. അല്ല, എല്ലാ മ്യൂസിക്കും സദേൺ മ്യൂസിക്കുകളൊക്കെ മിക്കവാറും നമ്മളിപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നാടൻ പാട്ടുകളൊന്നും നമ്മൾ പ്രൊമോട്ടേ ചെയ്യുന്നില്ല, അതൊക്കെ അങ്ങ് അസ്തമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ല, അതിനെ കാലാനുസൃതമായി അതിനെ ഒന്ന് റീഫർബിഷ് ചെയ്യേണ്ടതുണ്ട്. അല്ല, നല്ല സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷെ അത്തരം സംഭവങ്ങളൊന്നും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ പല ആൾക്കാരുടെയും സിനിമകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലാതെ നമ്മുടെ സിനിമ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഒരു വാണിജ്യം എന്ന് പറയുന്ന, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നില്ലല്ലോ, പല പ്രോഡക്റ്റിലും മേടിക്കല്ലേ ചെയ്യണേ. ഇപ്പോൾ കൊറിയൻ കൊടകളും ചെറിയ ചെറിയ സംഭവങ്ങളായാലും എത്രയോ കാലം മുമ്പ് ഇവിടെ വിൽപ്പനക്ക് കിട്ടിയിരുന്നു. ചെറിയ ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിലും ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന എത്രയോ സാധനങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന, നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിലും ഇല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലാണ്. 10 കാർ എടുത്താൽ ഒരു കാർ കൊറിയനാണ് ഇന്ത്യയിൽ. കിയ അല്ല, നമ്മുടെ കാർ മോശമായതുകൊണ്ടല്ല, അല്ല, പക്ഷെ നമ്മൾ അതിനുള്ള ഒരു പ്രൊമോഷൻസും മാർക്കറ്റിങ്ങും ഒക്കെ നടത്തുന്നില്ല. നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊക്കെ അതിന് പങ്കുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ലിമിറ്റായിട്ടുള്ള നമ്മൾ ചെയ്യുന്നതല്ലാതെ ഓരോരാളും അതിന് പങ്കെടുക്കണം എന്ന് ഞാൻ പറയാം. ഇപ്പം എൻ്റെ ഒരു ചെറിയൊരു ക്യാമ്പ് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയൊരു ഇൻട്രാക്ഷൻ പോസിബിൾ ആയിട്ടായ സമയത്ത്, ഞാൻ ഇവിടെയുള്ള കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോംസും, അത് ഗൾഫിലൊക്കെ ഉള്ള ചെറിയ കുട്ടികളുടെ ഡാൻസ്, അവയൊക്കെ എടുത്ത് ഇവിടെയുള്ള വള്ളംകളി, തൃശ്ശൂരിലുള്ളൊരു കുട്ടിയുടെ മാർഗം കളി, ഇതൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ വിൽ ഗെറ്റ് അട്രാക്റ്റഡ്. എന്ത് രസകരമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ നമ്മുടെ ആ ഒരു സിനിമയിൽ കംപ്ലീറ്റ് ഫ്യൂഷൻ ഫുഡിനെ കുറിച്ചാണ്. അവസാനം ആ തമിഴിലെ കുട്ടി അവിടെ പോയിട്ട് കൊറിയയും ഇന്ത്യയും തമ്മിലുള്ളൊരു ഫ്യൂഷൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ അട്രാക്റ്റ് ചെയ്യാണ്. അങ്ങനെയാണ് അവിടുത്തെ ഹോട്ടൽ നന്നാവുന്നത്. അപ്പം നമ്മൾ അത്തരം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറില്ല. നമ്മുടെ ഏറ്റവും വലിയ മാളുകൾ, ഏറ്റവും വലിയ സെറ്റുകളിൽ പോയാൽ തായ് ഫുഡ് അവൈലബിൾ ആണ്. നമ്മളതിനെക്കൂട്ട് നമ്മുടെ സാധാരണ നാട്ടിലുണ്ടാക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ അരച്ചു വെക്കുന്ന സാധനമാണ് അവരും വെക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സെയിം ചെമ്പാരിയാണ് അവരും കൊടുക്കുന്നത്. പക്ഷെ ആ ചെമ്പാവരി വിറ്റിട്ട് 1000 രൂപ പ്ലേറ്റിന് മേടിക്കും അവർ. നമുക്ക് നമ്മുടെ ചെമ്പാവരി അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കുറ്റം. അപ്പോൾ ഇത് ബിസിനസ്സാണ്, ഇത് കൾച്ചറാണ്, ഇത് പൊളിറ്റിക്സാണ്, ഇത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ സോഫ്റ്റ് കോർണറിലേക്ക് കൊണ്ടുവരാനുള്ള സൃഷ്ടിക്കപ്പെടുന്ന കൾച്ചർ ഒരു ബിസിനസ്സാണ്. എല്ലാം ബിസിനസ്സാണ്. ലോകത്തിൽ എന്തും വിജയിക്കണമെങ്കിൽ ബിസിനസ്സാക്കാൻ പറ്റണം, അതല്ലെങ്കിൽ പരാജയപ്പെടും എന്നുള്ള ഉറപ്പാണ്. ആർട്ട്, എല്ലാ സംഭവവും, സിനിമ എത്ര നല്ല സിനിമ ഇറക്കിയിട്ടും അയാൾക്ക് അത് ബിസിനസ്സാക്കാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടത്തിലല്ലോ ഓടുക. പിന്നെ അയാൾ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളൊക്കെ ചിലപ്പം അങ്ങനെ പോയിട്ടുള്ളവരാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കൊറിയൻ പ്രധാനമന്ത്രി ആരാന്ന് നമുക്കറിയണമെന്നില്ല, പക്ഷേ BTS എല്ലാ പാട്ടുകാരെ പറ്റി നമ്മുടെ 3 വയസ്സോ 5 വയസ്സോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. അടുത്ത പാട്ട് വരാൻ പോകുന്നു, അതെ, അതുവരെ നോക്കിയിരിക്കുന്നു. അല്ല, അത് അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരവസ്ഥ. അതിനെ എങ്ങനെ നമ്മൾ പാക്കേജ് ചെയ്യും? നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളത്തിലെ ഏറ്റവും നല്ല ഒരു സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കഞ്ഞ് നല്ല മ്യൂസിക്കാണ് അവരതിൻ്റെ താടി. ഗ്ലോബലാണ്. അവർ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലോബൽ മ്യൂസിക്കും അവരുടെ നേറ്റീവ് കൾച്ചറും കൂടി മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യും. അതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 1 മില്യൺ ആൾക്കാർ നമ്മൾ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും കിട്ടില്ല. അതാണ് ഈ ഗ്ലോബൽ ആകുമ്പോൾ ക്രോർസ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ലാംഗ്വേജ് ഒരു ബാരിയറേ അല്ല. കാരണം ഇപ്പോൾ ഏത് ലാംഗ്വേജിലും മറ്റേ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇപ്പോൾ AI അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഡിയോ കൺവേർഷൻസ് പോസിബിൾ ആണ്.
അങ്ങനെ അതല്ല പ്രശ്നം. അല്ല, സോങ്ങിന്റെ കാര്യത്തിൽ അത് പറ്റില്ലല്ലോ. അല്ല, നമുക്ക് നമ്മുടെ എടുക്കുന്ന കണ്ടന്റ് ലോകത്തിന് ആവശ്യമുള്ളതാവണം. യെസ്. നമ്മൾ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യമുള്ളൊരു സംഭവമാകുമ്പം അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്താണ് ലോകത്തിന് ആവശ്യം? അവരെ എൻ്റർടൈൻ ചെയ്യുന്നതാണോ, അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണോ, അവരെ സോഫ്റ്റായിട്ട് അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണോ? ബുദ്ധിസം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ലോകത്തും ബുദ്ധിസത്തിൻ്റെ സെൻറ്ററുകൾ വരാൻ എന്താ കാരണം? ദേ മാർക്കറ്റ് ഇറ്റ് വെൽ. നമ്മളെല്ലാ ബുദ്ധിസം സെൻറ്ററിലും പോയി നോക്കി അറിയാം. ഇനി അത് മാത്രമല്ല, അവർ അങ്ങനെ മാത്രമല്ല മാർക്കറ്റ് ചെയ്യുക. ചില എൻവറോൺമെൻറ്റൽ ഇഷ്യൂസൊക്കെ ബുദ്ധിസ്റ്റുകൾ എടുത്തിട്ട് ഇന്ത്യയിലൊക്കെ പ്രാബല്യത്തിൽ വരുത്തി ഡിസ്കഷൻസ് നടത്തിയതൊക്കെ ബുദ്ധിസ്റ്റ് സെൻറ്ററുകളിലാണ്. അപ്പോൾ അവർ ബുദ്ധിസത്തെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളൊന്നും അതിനൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. നമ്മളിപ്പോൾ എൻവറോൺമെൻറ്റൽ പ്രശ്നമുണ്ട്. ഒരു ക്ഷേത്രത്തിനെടുത്താൽ, കാരണം ലോകത്തിലെ ഏറ്റവും നല്ല എൻവറോൺമെൻറ്റ് കൺസെപ്റ്റിൽ സൃഷ്ടിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. കാവുണ്ട്, വെള്ളമുണ്ട്, അല്ലേ? നമ്മളതിന് അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത്? അങ്ങനെ മാർക്കറ്റ് ചെയ്താൽ അതൊക്കെ അതിൻ്റെ സ്റ്റഡി സെൻറ്റേഴ്സ് ആവും. നമ്മളവരെ കയറ്റാറില്ല. അവരെ കയറ്റി നമ്മൾ എൻവറോൺമെൻറ്റ് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം, ഇപ്പം നമ്മൾ ചിദംബരത്തോ അല്ലെങ്കിൽ ചില തമിഴ്നാട്ടിലുള്ള ചില ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലോ കണ്ടാൽ എത്രയോ ഫോറിനേഴ്സ് അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നതാണെന്ന് അറിയാം. കാരണം അത് ഓപ്പണാണ്. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവണം നമുക്ക്. നമ്മൾ മാറണം. നമ്മൾ ബാക്കിയുള്ളവരെയും കൂടി അബ്സോർബ് ചെയ്ത് അവരെയും കൂടി അട്രാക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ, കേരളത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ടൂറിസവും കൾച്ചറും. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ലോകം ഇവിടെയൊന്നും ആൾക്കാർ പഠിക്കാൻ പോലും വരാത്തതെന്ന് നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ ആ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഗുണ്ടൂര് വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അവിടെ എത്രയോ അഫ്ഗാനിസ്ഥാൻ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ടെന്നറിയാം. അവിടെ അതിനുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റണം, അതിനുള്ള എൻവറോൺമെൻറ്റ് ഉണ്ടാവണം. അതേപോലെ NIT കാലിക്കറ്റിൽ വന്നാൽ, കേരളത്തിന് പുറത്തുള്ളവർ വന്നാൽ അവർക്ക് തീരെ ഇഷ്ടമല്ല അവിടെ താമസിക്കാൻ. ലാസ്റ്റ് ഓപ്ഷനാണ് NIT കാലിക്കറ്റ്. ഗുണമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ചില കോഴ്സുകളൊക്കെ അവിടെ നല്ലതാണ്. പക്ഷെ അവിടുത്തെ ഹോസ്റ്റലും അവിടുത്തെ ഫുഡും അവിടുത്തെ കൾച്ചറും, നമ്മൾ 4 മലയാളികൾ കൂടെ ചേർന്ന മലയാളത്തിലേ സംസാരിക്കുള്ളൂ. അപ്പോൾ പുറത്തുനിന്നുള്ളവന് ഒരു അന്യനായിട്ട് തോന്നും. അവർ നമ്മൾ ഇൻക്ലൂസീവായിട്ട് എടുക്കാൻ നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷന് പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. ഗൾഫിലുള്ള കുട്ടികൾ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ്. മലയാളികൾ തന്നെ അവർക്ക് അവരുടെ കുട്ടികളെ പുറത്ത് പഠിപ്പിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ നാട്ടിനെ വെറുത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ഓപ്ഷനാണ്. ആ ഓപ്ഷനിൽ ഇന്ത്യയിലിപ്പം നോർത്ത് ഇന്ത്യയിൽ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുകയില്ല. കൾച്ചറലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഗ്ലോബലി പോകണമെങ്കിൽ അടുത്ത ഓപ്ഷൻ വെസ്റ്റാണ്. വെസ്റ്റിനേക്കാളും നമുക്കിഷ്ടം ഇപ്പോൾ അത് മടുത്തു. വെസ്റ്റിലും ഒരു ബന്ധങ്ങളില്ല, വലിയ കൾച്ചറൽ ഇവൻറ്റ്സ് ഒന്നും നടക്കാറില്ല. ഇപ്പോൾ കൊറിയൻ ഡാൻസ് എന്ത് രസമാണ്, നമ്മളറിയാതെ പറഞ്ഞു പോവില്ലേ, ഇല്ലേ? അവരുടെ മൂവ്മെൻറ്റ്സും അവരുടെ സ്റ്റൈലും അവരുടെ ഡ്രസ്സും അവരുടെ കളറും അവരുടെ കൊടയും അവരുടെ തൊപ്പിയും അവരുടെ വിശറി പോലും ഭംഗിയുള്ളതാണ്. ഫ്രോക്കും എന്ത് ഭംഗിയാണ്. അവരിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു, അല്ലേ? അതേ സംഭവം നമ്മൾ അഫ്ഗാനിസ്ഥാനിലും കാണും. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനിലെ സൂഫി മെഡിറ്റേഷനിലുള്ള ഡാൻസുകൾക്ക് ഇതിൻ്റെ വലിയൊരു പ്രാധാന്യത്തോട് നമുക്ക് കാണാൻ പറ്റും. അവർ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ്, നമ്മുടെ അടുത്തും പറ്റും അതേപോലുള്ള സംഭവങ്ങളൊക്കെ. ഇഷ്ടംപോലെ സൂഫിയുടെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളതിനെ മാർക്കറ്റ് ചെയ്യാറില്ല. അപ്പോൾ മാറുമ്പോൾ ഗ്ലോബലി മാറണം. കൾച്ചർ ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതിന് ഡീപ്പ് ഫിലോസഫി ഒന്നും വേണ്ട. ചെറിയ ഫിലോസഫി ആയാലും പ്രസൻറ്റേഷൻ നന്നായി അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് മലയാളത്തിനും അതിന് കഴിയട്ടെ, ഇന്ത്യക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കും. നന്ദി TPS. This video is powered by VSAT Group of Institutions, Ernakulam.